ഒരു വനിതാ എം പിയെ പാതിരാത്രി താമസ സ്ഥലത്തു നിന്നും ഇറക്കിവിടാൻ നോക്കിയ BJPക്ക് കിട്ടിയത് ചെകിട്ടത്തടിയാണ്. വനിതാ ബില്ല് വഴി കൂടുതൽ വനിതകളെ MP ആക്കാൻ നടക്കുന്നവരുടെ യഥാർത്ഥ മുഖമാണ് ഇവിടെ കണ്ടത്. BJPയുടെ കയ്യിൽ അധികാരം ലഭിച്ചാൽ പിന്നെ അവർ മനുഷ്യരല്ലാതാകും എന്നാണ് തെളിയിച്ചിരിക്കുന്നത്. എല്ലായിടത്തും അത് നമ്മൾ കണ്ടു. അതാണിപ്പോൾ ബംഗാളിലും കണ്ടത്. വനിതാ MP പോലും അർദ്ധരാത്രിയിൽ താമസ സ്ഥലത്തു നിന്നും ഇറക്കിവിട്ടിരിക്കുന്ന ഒരവസ്ഥ അത് ബംഗാളിൽ വന്നത് BJPയുടെ അധികാരത്തോടു കൂടിയാണ്. പക്ഷേ MP നിശ്ചയദാർഢ്യവും തൻ്റെ ഇടവും ഒന്നുകൊണ്ട് മാത്രം അവർ പിടിച്ചു നിന്നു എന്ന് മാത്രം. അതും ആ MP പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് എന്നുള്ളത് ഓർക്കണം. അതായത് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്ന ബംഗാളിലെ കൃഷ്ണനഗറിലെ MP കൂടിയായ മഹുവ മൊയ്ത്രയെയാണ് രാത്രി ഇറക്കിവിടാൻ പോയത്. താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്നും രാത്രി ഏറെ വൈകി തന്നെ ഒഴിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തന്നെയാണ് ശ്രമിച്ചത് എന്ന് തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര പരാതി നൽകിയിരിക്കുന്നു. അവർ വ്യക്തമാക്കിയത് പ്രകാരം കൃഷ്ണനഗറിലെ സർക്യൂട്ട് ഹൗസിൽ വൈകുന്നേരം 6:30 മഹുവ മൊയ്ത്ര എത്തിയത്. ഗസ്റ്റ് ഹൗസ് അധികൃതർ 9:20 രാത്രി ഭക്ഷണം റൂമിൽ എത്തിച്ചു നൽകി. എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ മുറി ഒഴിയണമെന്നാവശ്യപ്പെട്ട് 9:47 ഫോൺ വരുന്നത് എന്നാണ് മഹുവ പറയുന്നത്. അതുമാത്രമല്ല, പുറത്ത് ആളുകൾ കൂട്ടം കൂടി നിന്ന് എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിന്ന് ജയ് ശ്രീറാം മുഴക്കുന്നുണ്ടായിരുന്നുവെന്ന് ആ MP പറയുകയാണ്. അപ്പോൾ ഈ സംഘപരിവാറുകാർ രാജ്യത്തിന് എത്രത്തോളം ആപത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, അവർ വഹിക്കുന്ന സ്ഥാനങ്ങളോ പദവികളോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ ഒരു സ്ത്രീയെയാണ് ഇറക്കിവിടുന്നത് എന്ന് ഓർക്കണ്ടേ. സ്ത്രീ സുരക്ഷ പ്രസംഗിച്ച് നടക്കാൻ ഈ BJPക്കും നരേന്ദ്രമോദിക്കും ഇനി എന്ത് അവകാശമാണുള്ളത്? വനിതാ MP എന്ന നിലയിൽ സ്വന്തം മണ്ഡലത്തിലെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് വരവേ രാത്രി 9:47 അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് തന്നെ നേരിട്ട് മുറി ഒഴിയാൻ ആവശ്യപ്പെടുന്നൊരു സ്ഥിതി വിശേഷമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന വനിതകൾ പോലും സുരക്ഷിതരല്ല ഈ രാജ്യത്ത് എന്നാണ് അർത്ഥം. എന്തൊരു ധൈര്യമാണ് ആ മജിസ്ട്രേറ്റിന് എന്ന് പറയുമ്പോൾ ഈ നിയമം നടപ്പിലാക്കേണ്ടവരും സംരക്ഷണം നൽകേണ്ടവരുമായ ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ പീഡിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. തങ്ങൾക്കെതിരായി മാറുന്ന പ്രതിപക്ഷ നേതാക്കളെ മണ്ഡലത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണിതെന്നും മഹുവ വ്യക്തമാക്കുന്നു. അതിനർത്ഥം BJP അധികാരത്തിലെത്തിയാൽ അവിടെ പ്രതിപക്ഷം പാടില്ല. അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും അവർ നോക്കുന്നുമില്ല, തീർത്തുകളയും എന്നാണ് പറയുന്നത്. പലയിടത്തും പല വഴികൾ ആലോചിക്കുമ്പോൾ അതിനിവിടെ മജിസ്ട്രേറ്റിനെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നുവെന്ന് അർത്ഥം. മഹുവ മൊയ്ത്ര എന്ന വനിതാ നേതാവിനെ നമുക്കറിയാം. രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ BJP കാണുന്ന ഈ രാജ്യത്തെ ഏറ്റവും ശക്തയായ മോഡി വിരുദ്ധ പോരാളിയാണ്. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായി ഇല്ലാതാക്കണമെന്ന് കണക്ക് കൂട്ടിയിരിക്കുകയാണ് BJP നേതൃത്വം. വനിതാ സംവരണം എന്നും പറഞ്ഞ് കൂടുതൽ വനിതകളെ MP ആക്കാൻ നടക്കുന്ന BJP അതുവഴി യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ നടക്കുകയാണ്. കാരണം ജയിച്ചു വന്ന ഒരു വനിതാ MP തന്നെ ഇങ്ങനെ അർദ്ധരാത്രി ഇറക്കിവിടാൻ മജിസ്ട്രേറ്റിനെ അയച്ചവരാണ് ഇനി കൂടുതൽ വനിതകളെ MP ആക്കുന്നത്. അവരും കഷ്ടത്തിലാകും എന്നു മാത്രം.